ആദർശ് വിജയിച്ച സന്തോഷത്തിൽ നവ്യ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, നവ്യയാണെങ്കിൽ നയനയ്ക്ക് ഈ ഡിസൈനിൽ എന്ത് ചെയ്യണം, തിളങ്ങാനായിട്ട് സാധിക്കണമെന്ന് ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് നേർച്ചകളും നവ്യ നടത്തിയിട്ടുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നവ്യയാണെങ്കിൽ അതൊക്കെ നിറവേറ്റാനായിട്ട് എത്തിയിരിക്കുകയാണ്. നയനയ്ക്കും ആദർശിനും അനന്തപുരി തറവാടിനും വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നവ്യയ്ക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് കാണാൻ സാധിക്കും. കാരണം താൻ ഉയർച്ച കാണാൻ ആഗ്രഹിച്ച അനന്തപുരി തറവാട് ഉയർന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ നവ്യ. ഇതിനിടയിൽ നവ്യ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആദർശും നയനയും അധികം വൈകാതെ തന്നെ എവിടേക്ക്, അനന്തപുരിയിലേക്ക് തിരികെ വരണം. ആദർശേട്ടൻ വീണ്ടും MD ആകണം. ആദർശേട്ടനെ പോലെ സത്യസന്ധരായ ആൾക്കാർ തന്നെ MD സ്ഥാനത്തിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നവ്യയുടെ പ്രാർത്ഥന പോലെ തന്നെ സംഭവിക്കുന്നു. അതായത് മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ MD ആക്കാനായിട്ട് വീണ്ടും പോവുകയാണ്. അധികം വൈകാതെ തന്നെ നീ MD കസേരയിൽ ഇരിക്കണം എന്ന് പറയുന്നു. അത് കേട്ടതും ആദർശ് പറയുന്നുണ്ട്, എനിക്ക് അധികാരത്തോടുള്ള മോഹമൊന്നുമില്ല. അനിയെ വേദനിപ്പിച്ചിട്ട് എനിക്ക് അധികാരമൊന്നും വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവൻ തന്നെ നിന്നെ MD ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവൻ പറയുകയാണെങ്കിൽ മാത്രം നീ ഏറ്റാൽ മതി, ഇതെൻ്റെ ആഗ്രഹം മാത്രം പറഞ്ഞതാണ് എന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരം നയനയും ആദർശവും അനന്തപുരി തറവാട്ടിലേക്ക് പടികടന്നെത്തുമ്പോൾ അവിടെയും സന്തോഷിക്കുന്നത് നവ്യയാണെന്ന് കാണാം. നവ്യയ്ക്ക് അവർ തങ്ങളുടെ കൂടെയുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ട്. ചതിയനായ അവിയെ പൊളിച്ചെടുക്കണമെന്നുള്ളൊരു ചിന്ത നവ്യയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നവ്യ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയെങ്കിലും നവ്യയ്ക്ക് അബിയെയും AN സുല്ലറിയെയും ഇനിയിപ്പോൾ അവന്തികയെയും പൊളിച്ചെടുക്കണമെന്ന ചിന്തയാണുള്ളത് എന്ന് കാണാം. അപ്പോൾ എന്തായാലും മടങ്ങിവരവിൽ നയനയുടെയും ആദർശിൻ്റെയും മടങ്ങിവരവിൽ ഒന്നാമത് തന്നെ ഏറ്റവും കൂടുതൽ തന്നെ മനസ്സുകൊണ്ട് തന്നെ സന്തോഷിക്കുന്നത് നമ്മുടെ നവ്യയാണെന്ന് നമുക്ക് ഒരു കണ്ണും പൂട്ടി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ